രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കും എന്ന വധഭീഷണി നടത്തിയിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല ഈ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ. നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ എത്രമാത്രം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ മടിക്കില്ല എന്ന ഈ ഫാസിസ്റ്റുകളുടെ പ്രഖ്യാപനം. അതൊരു താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകന്റെ ഭീഷണിയല്ല, അത് അവരുടെ വിദ്യാർത്ഥി സംഘടനകളിലൂടെ വളർന്നു വന്ന അറിയപ്പെടുന്ന നേതൃത്വത്തിന്റെ അറിവോടുകൂടി ചാനലിൽ പോയിരുന്ന് സംസാരിച്ച ഒരു നേതാവിന്റെ ഭീഷണിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്നെ അതിലേറെ അത്ഭുതപ്പെടുത്തിയത് പരസ്യമായി ഒരു ചാനലിൽ വന്നിരുന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ, ഈ രാജ്യത്തെ ജനകോടികൾ പ്രതീക്ഷയോടുകൂടി ഉറ്റി നോക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി ഒരു വർഗീയ ഫാസിസ്റ്റ് ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റിനെ കുറിച്ച് ഓർത്താണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇന്ന് നിയമസഭയിൽ ആരോ പറഞ്ഞു ഞങ്ങളാരും പരാതി കൊടുത്തില്ല. നിരവധി പരാതികൾ KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടും ഇതുവരെ ചെറുവിരലനക്കാതെ അവരിയ്ക്കുകയാണ്. കാരണം അത് BJPയുമായിട്ടുള്ള ബാന്ധവമാണ്, അവരുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ്. അല്ലെങ്കിൽ ചാനലിൽ വന്നിരുന്ന് ഈ രാജ്യത്തെ പ്രിയങ്കരനായ നേതാവിന്റെ നെഞ്ചിൽ നിറയൊഴിക്കും എന്ന് പറഞ്ഞവൻ ചാനലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണ്ടേ ഈ ഗവൺമെന്റ്? അപ്പൊ പിണറായി വിജയനും കേരളത്തിലെ പോലീസും ഈ വർഗീയ ശക്തികൾക്ക്, ഈ വർഗീയവാദികൾക്ക്, ഈ ഫാസിസ്റ്റുകൾക്ക്, ഈ കൊലയാളികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഞങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നതും ഈ പ്രതിഷേധത്തിന് കാരണമാകുന്നു. കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളമല്ല രാജ്യം മുഴുവൻ ആളിക്കത്തുന്ന പ്രക്ഷോഭമുണ്ടാകും എന്ന് ഞങ്ങൾ വിനീതമായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിലെ BJP നേതാക്കൾ ഉൾപ്പെടെ രാജ്യ തലസ്ഥാനത്തുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ എന്താണ് ഇയാളുടെ ഈ ചാനലിൽ വന്നിരുന്ന ഇയാളുടെ ഭീഷണിക്ക് നിങ്ങൾക്ക് എന്ത് വിശദീകരണമാണ് ഈ രാജ്യത്തോട് ജനങ്ങളോട് നൽകാനുള്ളത് എന്നുകൂടി വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിശക്തമായി രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് വാരിയിടാൻ ലക്ഷോപലക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കില്ല എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. KPCC ഭാരവാഹികൾ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വർഷിക്കും, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യും എന്നൊരു ചാനൽ ചർച്ചയിൽ BJPയുടെ വക്താവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ, മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രഖ്യാപനം തിരുത്താൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചാനൽ അവതാരിക അവസരം നൽകിയെങ്കിൽ പോലും ആ അവസരവും അദ്ദേഹം ആ പ്രഖ്യാപനം ആവർത്തിക്കുന്നതിനാണ്, അതിനെ ന്യായീകരിക്കുന്നതിനാണ് ഉപയോഗപ്പെടുത്തിയത്. തിരുത്തിയിട്ടില്ല, ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ്, ആവർത്തനമാണ് BJPയുടെ വക്താവ് പരസ്യമായിട്ട് മലയാളത്തിലെ ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുള്ളത്. ആരാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇന്ത്യയിലെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കാവൽക്കാരനാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ന് നമുക്കറിയാം വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഐതിഹാസികമായ പോരാട്ടങ്ങൾക്കും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങൾ BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നു. പ്രധാനമന്ത്രിക്കും BJP നേതാക്കന്മാർക്കും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യും, വെടിയുതിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ച ആ ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ ആ BJP നേതാവിനെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. എന്തിനേറെ പോലീസിന് സ്വയമേ ഒരു കേസെടുക്കാം. ഇത് പരസ്യമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പോലീസ് കേസെടുക്കും എന്ന് നമ്മൾ കാത്തിരുന്നു. പക്ഷെ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്, അരുനിൽക്കുകയാണ്, ഒത്താശ ചെയ്യുകയാണ്. അത് കണ്ടില്ലെന്ന് അടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി
ആലപ്പുഴ MP കൂടിയായ KC വേണുഗോപാൽ പരാതി നൽകി, രേഖാമൂലം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും പ്രതിയെ പിടിക്കാൻ സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകര് സമരം നടത്തിയാൽ അവരെ അന്വേഷിച്ച് രാത്രിയിൽ വീട് വളയുന്ന കേരളത്തിലെ പോലീസ് ഇതുവരെയും ഈ ഭീഷണി ഉയർത്തിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെതിരെ പരസ്യമായിട്ട് ഭീഷണി ഉയർത്തിയ ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷിക്കാനോ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. ആരാണ് രാഹുൽ ഗാന്ധി? നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയങ്കരനായ രാജീവ് ഗാന്ധിയുടെ മകനാണ്. ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന്റെ ബലിക്കല്ലിൽ ശ്രീപെരുമ്പത്തൂരിൽ മനുഷ്യബോംബിനിടെയായി ചിതറിത്തെറിച്ച രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി. പ്രിയങ്കരിയായ, നാളെ ഞാൻ മരിച്ചു വീണാൽ എന്റെ ഓരോ തുള്ളി ചോരയും രാജ്യത്തിന്റെ ഐക്യത്തിന് വളമാകണം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പുൽകിയ ഇന്ദിരാ പ്രിയദർശിനിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം ഇവിടുത്തെ BJP-ക്കാർ മറന്നുപോയി എങ്കിൽ ജനങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കും. രാഷ്ട്രപിതാവ് മഹാത്മജിയെ ഇല്ലായ്മ ചെയ്ത വർഗീയവാദികൾക്ക് ഇന്നും ഈ രാജ്യത്തെ തലയുയർത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ഭരണത്തിന് കീഴിലാണ്. അത്തരം അക്രമകാരികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നലെ മാത്രം ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ന് കേരളത്തിലെ 282 സ്ഥലങ്ങളിൽ നടക്കുകയാണ്. തിരുവനന്തപുരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ അണിചേർന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി, നഗരത്തിൽ മാത്രമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അണിചേർക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കേരളത്തിലെ പോലീസിനോട്, ഇന്ത്യ രാജ്യത്തെ ആഭ്യന്തര വകുപ്പിനോട് ഈ ക്രിമിനൽ പുള്ളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ, ഈ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയ വ്യക്തി BJP-കാരനാണെങ്കിൽ അദ്ദേഹത്തെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അവരുടെ പാർട്ടി നേതൃത്വം തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു, തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നു. ശക്തമായ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം ഇനി ഉയരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. വീരിമാറിലേക്ക് വെടിയുണ്ടകൾ പായിക്കുമെന്ന് പറഞ്ഞ ഒരു BJP നേതാവിനെതിരായി എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല? ഞാൻ അറിഞ്ഞത് പേരാമംഗലം സ്റ്റേഷനിൽ ഒരു ചെറിയ കേസ്, ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അതാണോ വേണ്ടത്? അതാണോ കേരളത്തിലെ പോലീസ് ചെയ്യേണ്ടത്? ഒരു പേരിൽ ഒരു കേസെടുക്കുക മാത്രമാണോ ചെയ്യേണ്ടത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ജനകോടികൾ മനസ്സിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? രാഹുൽ ഗാന്ധി ആരാണെന്ന് ഇവർക്കറിയാമല്ലോ. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മഹാത്മജിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ടകൾ വായിച്ചവർ ഇതല്ല, ഇതിനപ്പുറവും സംസാരിക്കും, ഇതിനപ്പുറവും ചെയ്യും. RSSകാരുടെ വെടിയുണ്ടകളേറ്റ് ആണ് രാഷ്ട്രപിതാവ് നമ്മുടെ രാജ്യത്ത് ജീവാർപ്പണം ബലിദാനം നടത്തിയത്. അവർക്ക് അതിന്റെ പിൻഗാമികളാണ് ഇവർ. ഇതിനല്ല, ഇതിനപ്പുറവും ചെയ്യാൻ മടിക്കാത്തവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ. അതുകൊണ്ടാണ് ഇവരെ എന്നും തിരസ്കരിച്ചിട്ടുള്ളത്. അധികാരത്തിന്റെ അഹങ്കാരം മൂത്ത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ വായിക്കുമെന്ന് പറയുന്ന ഇവരെ നിലയ്ക്ക് നിർത്താൻ കേരളത്തെ ജനങ്ങൾ മുന്നോട്ട് വരും. കേരള ഗവൺമെന്റ് ഇവിടെ ഉറങ്ങുകയാണ്. ഈ സർക്കാർ ഉറങ്ങുകയാണ്. ഈ സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇത്രയും പ്രകോപനപരമായ ഒരു പ്രസ്താവന നടത്തിയിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരുപാട് പോസ്റ്റ് ഇട്ടാൽ പോസ്റ്റ് ഇടുന്നവരെ അകത്താക്കുന്ന നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ ചെറിയൊരു പരാമർശം നടത്തിയാൽ, ഷെയർ ചെയ്താൽ അയാളെ ജയിലിലടയ്ക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ടകളായി പായിക്കുമെന്ന് പറഞ്ഞ ആളിന്റെ പേരിൽ നിസാര വകുപ്പുകൾ ചേർത്താണ് തൃശൂരിലെ പേരാമംഗലത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല. ശക്തമായ നടപടി ഉണ്ടാകണം. ഇത് അക്രമത്തിന്റെ പ്രോത്സാഹനമാണ്. ഇത് വെടിവെച്ചു കൊല്ലാനുള്ള പ്രോത്സാഹനമാണ്. കൊലപാതകത്തിന് പ്രോത്സാഹനമാണ്. അത്തരത്തിൽ കേസുകൾ എടുത്തുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല. ഇന്ന് കേരളം മുഴുവൻ KPCCയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന
സമരത്തിന്റെ ഭാഗമാണ് ഇവിടെ ഉള്ളത്. ഇതുകൊണ്ട് അവസാനിക്കില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്ന ഇത്തരം നടപടികൾക്കെതിരെ അതിശക്തമായി കേരളത്തിലെ കോൺഗ്രസ് പോരാടും. കോടാനുകോടി വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ പോരാടും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.